കഥ വൈകിയ വസന്തം. രചന ശ്രീ തോമസ് കാവാല. കഥയ്ക്ക് ശബ്ദം നൽകിയത് ഷീല മോഹൻ. ചേച്ചി നിൽക്കുമ്പോൾ അനിയന്റെ കല്യാണം നടത്താൻ പറ്റില്ല. സാധാരണ എല്ലാ വീടുകളിലും അനിയത്തിമാരുടെ പോലും വിവാഹം കഴിഞ്ഞിട്ടാണ് മൂത്ത ആങ്ങളമാർ കല്യാണം കഴിക്കുക. ഇവിടെയും അങ്ങനെയൊക്കെ മതി. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞതും അനിലിന്റെ മുഖത്ത് ദയനീയത നിറഞ്ഞു. അവൻ അമ്മയെ നോക്കിയപ്പോൾ ആ മുഖവും മ്ലാനമായിരുന്നു. അച്ഛാ, എനിക്കും അതാണ് ആഗ്രഹം. ചേച്ചിയുടെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല. പക്ഷേ കീർത്തിയുടെ വീട്ടുകാർ ധൃതി കൂട്ടിയപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ കല്യാണം നടന്നില്ല എന്ന് കരുതി എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ ഞാൻ വിവാഹം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇവനെയും കെട്ടിക്കാതെ നിർത്തുമോ? അനിലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനിലും 2 വയസ്സു മാത്രം ഇളയ അവന്റെ അനിയനെ ഉദ്ദേശിച്ചാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടപ്പോൾ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന അനിയൻ സുനിൽ അച്ഛനെയും അമ്മയെയും അസ്വസ്ഥതയോടെ നോക്കി. അന്ന് വൈകിട്ട് മായ ഫോൺ വിളിച്ചപ്പോൾ അവളോട് അച്ഛൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല മായേ. നിന്നെ നിർത്തിക്കൊണ്ട് അനിലിന്റെ കല്യാണം ഇവിടെ നടക്കില്ല. അഥവാ ഇവന് ഉടനെ പെണ്ണ് കെട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൻ നിനക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് 2 ആളുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. അമ്മയായിരുന്നു അത് പറഞ്ഞത്. അച്ഛനും ആ അഭിപ്രായത്തോട് യോജിച്ചു. അവൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എത്ര എളുപ്പമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എത്രയോ ആൺകുട്ടികൾ അവളുടെ മാട്രിമോണിയൽ പ്രൊഫൈൽ കണ്ടു, അന്വേഷിച്ചു, ഇവിടെ വന്നു. എല്ലാവരുടെയും മുൻപിൽ കോമാളികളായത് അവളല്ലല്ലോ, ഇവിടെയുള്ളവരല്ലേ. അത് മാത്രം മിച്ചം. അവളുടെ കുറവുകൾ അവൾക്ക് അറിയില്ലെങ്കിൽ നമ്മളെങ്കിലും അറിയണ്ടേ? പരിഹാസം കലർന്നൊരു ചിരിയോടെ അനിൽ പറഞ്ഞതും അച്ഛനും അമ്മയും ഒരു ഞെട്ടലോടെ അവനെ നോക്കി. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? അവൾക്ക് എന്തു കുറവുണ്ടെന്നാണ് നീ പറയുന്നത്? ഇരുണ്ട നിറമോ? നിന്റെ അച്ഛൻ ഇരുണ്ടതല്ലേ? അതോ ചൊവ്വാദോഷമോ? ഇക്കാലത്ത് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർ ഉണ്ടല്ലോ നിന്നെ പോലെ. അമ്മയുടെ വാക്കുകൾ വളരെ രൂക്ഷമായിരുന്നു. അമ്മേ, ഇന്നത്തെ ആൺകുട്ടികൾക്ക് ഇവളെ പോലെ ഒരുത്തിയെ ഇഷ്ടപ്പെടില്ല. കുറെ ഡിഗ്രികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഡിഗ്രികൾ കൂടിപ്പോയതാ കുഴപ്പം. ഇത്രയും ഡിഗ്രികളുള്ള ചെറുക്കന്മാരെ കിട്ടണ്ടേ? പിന്നെയും പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതാ, ഇതുപോലുള്ള ചെറുക്കന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടുമെന്ന്. ജോലി വിദേശത്ത് ഇപ്പോൾ തന്നെ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. അവൾക്ക് 32. എങ്കിൽ പിന്നെ അവൾക്ക് അവിടെയുള്ള ചെറുക്കന്മാരെ വല്ലതും കണ്ടുപിടിച്ചുകൂടെ? ഇവിടെയുള്ള ചെറുക്കന്മാർ എല്ലാം ജോലി ഇല്ലാത്തവരാണ്. അവരെയും കെട്ടിക്കൊണ്ട് വിദേശത്ത് പോയാൽ അവർക്ക് അവിടെ നല്ല ജോലി കിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് ഇനി നല്ലൊരു ബന്ധം വരാൻ പോകുന്നില്ല. അന്ന് വൈകിട്ട് വിദേശത്തേക്ക് വീഡിയോ കോൾ വിളിച്ചപ്പോൾ അമ്മ കാര്യങ്ങളെല്ലാം ഉണ്ണിമായോട് തുറന്നു പറഞ്ഞു. ആങ്ങളയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അതിശയവും ദുഃഖവും തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, എന്നെ നോക്കിയിരുന്ന് അനിലിന്റെ കല്യാണം മാറ്റിവെക്കണ്ട. കീർത്തിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് നിശ്ചയം ഉടനെ നടത്തിക്കോളൂ. അത് കേട്ടുകൊണ്ടിരുന്ന അനിൽ പറഞ്ഞു, നീ ഒരുത്തി കാരണമാ ഇതെല്ലാം താറുമാറാകുന്നത്. അവന്റെ വാക്കുകൾ ഉണ്ണിമായയുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അവളുടെ മനസ്സിൽ അവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങി. നീ ഒരുത്തി കാരണമാ. അവൾക്ക് അവളുടെ ജന്മത്തെ ശപിക്കാനാണ് തോന്നിയത്. 26ാമത്തെ വയസ്സ് മുതൽ വിദേശത്ത് ജോലി ചെയ്യുകയാണ് അവൾ. ഒരു നാമമാത്ര കർഷകനായ അച്ഛന്റെ വരുമാനം കൊണ്ട് ജീവിക്കാനാവാതെ വന്നപ്പോൾ ആ കുടുംബത്തെ താങ്ങിയത്, ആ സമയത്ത് പഠിച്ച് വിദേശത്ത് പോയത്, ആ വരുമാനം കൊണ്ട് കുടുംബം നല്ല നിലയിലായത്, കാർഷിക വായ്പ എടുത്ത് പലിശ കൂടിയപ്പോൾ വീട് ജപ്തിക്ക് വന്നതിൽ നിന്ന് ഒഴിവാക്കിയത്, ഇപ്പോൾ വീരവാദം മുഴക്കുന്ന ഈ ആങ്ങളച്ചെറുക്കനെയും അവന്റെ അനിയനെയും പഠിപ്പിക്കാനായത്, ഇതെല്ലാം ചെയ്ത തന്നെ എല്ലാവരും മറന്നു. അതെല്ലാം ഓർത്ത് ഉണ്ണിമായയുടെ മനസ്സ് നീറി. തന്റെ മുറിയിൽ കിടക്കയിലേക്ക് വീഴുമ്പോൾ ഉണ്ണിമായ മനസ്സിൽ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. താൻ കാരണം ഒരിക്കലും തന്റെ അനിയനൊരു ജീവിതം ഉണ്ടാവാതെ പോകരുത്. തന്റെ ജീവിതം ആർക്കും ഒരു ബാധ്യതയും ആകരുത്. വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിന് താനൊരു വിലങ്ങുതടി ആവരുത്. ചൊവ്വാദോഷമോ പ്രായക്കൂടുതലോ ഇരുണ്ട നിറമോ എന്തൊക്കെ ആയാലും താൻ തന്നെ സഹിച്ചുകൊള്ളാം. തന്റെ കുറവുകൾ മനസ്സിലാക്കി വരുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അന്ന് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം, അവൾ മനസ്സിൽ പറഞ്ഞു.
ഉണ്ണിമായയുടെ മനസ്സിൽ ആ തീരുമാനങ്ങൾ പതിഞ്ഞു. അവൾ കിടക്കയിൽ സാവധാനം ഒന്ന് തിരിഞ്ഞ് കിടന്നു. അപ്പോൾ ജനലിന് അപ്പുറത്തു നിന്നും ഒരു തണുത്ത കാറ്റ് മന്ദമന്ദമായി അകത്തേക്ക് വീശി. ആ തണുത്ത കാറ്റിൽ അവൾക്ക് നേരിയ ആശ്വാസം തോന്നി. എന്നിരുന്നാലും ഹൃദയത്തിന്റെ അഗാധതയും അനിലിന്റെ വാക്കുകൾ കത്തുന്ന വേദനയും മുറിവും അവൾക്ക് അനുഭവപ്പെട്ടു. ആ രാത്രിയിൽ അവൾ ഏറെ നേരം ഉറങ്ങിയില്ല. അനിലിന്റെ വാക്കുകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നീ ഒരുത്തി കാരണമാ. പിറ്റേന്ന് വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, ഞാൻ അനിലിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നാട്ടിൽ വരും. ഞാൻ കാരണത്താൽ ഈ വീട്ടിൽ അവന്റെ കല്യാണം ഒരു നിമിഷവും വൈകരുത്. അതിനെ എൻ്റെ ജീവിതത്തിലെ പരാജയമായി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. അനിലേ, നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഞാൻ തന്നെ താങ്ങിക്കൊള്ളാം. പക്ഷെ നിങ്ങൾ ആരും ഞാൻ കാരണം തോൽക്കരുത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നി. പക്ഷെ കണ്ണുനീർ കവിൾ കവിഞ്ഞൊഴുകി. പക്ഷെ അത് കാണാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അനിലിന്റെ വിവാഹ ദിവസം ഉണ്ണിമായെ കണ്ടവർ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി അവളെ സ്വാഗതം ചെയ്തു. അവളും അവരോടൊപ്പം ചിരിച്ചു. പക്ഷെ അവളുടെ ചിരിക്ക് പിന്നിൽ ആരും കാണാത്ത ഒരു പൊള്ളുന്ന മുറിവുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. ഓരോ വർഷവും അവധി കിട്ടുമ്പോൾ അവധിക്കാലത്തെ പണമാക്കി മാറ്റി വീട്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അവളുടെ നീർന്ന ഹൃദയം ആരും ശ്രദ്ധിച്ചില്ല, ഒരു വ്യക്തി ഒഴികെ, ശിവൻ, അവളുടെ മുറച്ചെറുക്കൻ. സ്വീകരണത്തിന്റെ തിരക്കിലായിരുന്ന ശിവൻ ദൂരത്ത് നിന്ന് അവളെ നോക്കി നിന്നു. അവൾ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ ചിരിയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖം അവന് സുതാര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ശിവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഉണ്ണിമായെ, നീ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. പക്ഷെ ഒരിക്കൽ പോലും നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇനിയെങ്കിലും നീ നിനക്കായി ഒരു നിമിഷം. ഉണ്ണിമായ തല താഴ്ത്തി. മറുപടി ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ ശിവൻ തുടർന്നു, നിനക്ക് കുറവൊന്നുമില്ല. ഉണ്ണി വേനൽ താപത്തിൽ തണൽ പോലെ നിന്ന് രക്ഷിക്കുന്ന ഒരു വലിയ മരമാണ് നീ. നിനക്കിഷ്ടമാണെങ്കിൽ. ശിവന്റെ വാക്കുകൾ പൂർണ്ണമായി പുറത്തേക്ക് വന്നില്ല. അതിനുവേണ്ടി അവൾ കാതോർത്തു. ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടും. ഉണ്ണിമായുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞുപോയി. ആ കണ്ണുകളിലെ മൗനം സമ്മതമാണെന്ന് ശിവൻ കണ്ടറിഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഇത് എന്തേ നേരത്തെ പറയാതിരുന്നത്? There is a time for everything. A time to sleep and a time to wake up. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഉണ്ണിമായുടെ കണ്ണുകൾ തിളങ്ങി. ആ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പി. ആനന്ദ അശ്രുക്കൾ. ഇത്രയും വർഷം കേൾക്കാത്തൊരു വാക്കായിരുന്നു അത്. അവളെ വിലമതിക്കുന്ന ഒരാളുടെ വാക്ക്. തെക്ക് നിന്നടിച്ച തണുത്ത കാറ്റിൽ ഉണ്ണിമായയുടെ ഷാൾ ഇളകി. അതിന്റെ തുമ്പെടുത്ത് മുഖം തുടച്ചുകൊണ്ട് ഉണ്ണിമായ ശിവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു.